സിൽവിയ പ്ലാത്തിൻ്റെ അവസാന കവിതകളിലൊന്ന് ലേഡി ലാസ്ട്രസ്. എനിക്കൊന്നോ മരണാനന്തരമാണ് ആത്മഹത്യ നമുക്കറിയാം ആ കവിത പ്രസിദ്ധീകരിക്കപ്പെടുന്നത്. ഇങ്ങനെ കുറേ സൂയിസൈഡ് അറ്റംപ്റ്റ് പിന്നെ പാളിപ്പോകുന്നതും അതൊക്കെയാണ് എൻ്റെ ഒരു പശ്ചാത്തലം. ഉയർപ്പിക്കപ്പെട്ടവൻ എന്നർത്ഥത്തിലാണ് ലാസർ വേദപുസ്തകത്തിൽ നമ്മൾ കണ്ടെത്തുന്നത്. യേശു ഉയർപ്പിച്ച ഒരാൾ മരണത്തിൻ്റെ ഏതോ ഒരു വിദൂരദേശത്ത് നിന്ന് പുനർജനിയുടെ ദൈവത്തേക്ക് യേശു പേര് വിളിച്ചു കൊണ്ടുവരുന്ന ഒരാളെന്ന നിലയിലായിട്ടാണ്. ലേഡി ലാസറസിൽ അതൊരു ഉയർപ്പ് സംഭവിക്കുന്നില്ല. ആരോ ആ കവിത പറഞ്ഞ് അവസാനിപ്പിക്കുന്ന കണക്ക് എല്ലാ ലാസറിനെയും അവിടെ നിന്ന് ഉയർപ്പിക്കുന്നുണ്ടോ ഇല്ലയെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. വലിയൊരു പ്രതീക്ഷയാണ് മനുഷ്യരാശിയുടെ. ശിഷ്യരെ ഭൂമിയുടെ അതിരുകളിലേക്ക് അയക്കുമ്പോൾ യേശു പറയുന്നൊരു കാര്യം ഇതാണ്: മരിച്ചവരെ ഉയർപ്പിക്കുക. നമ്മളതിനെ വളരെ ഫിസിക്കൽ ടെമ്പറൽ സെൻസ് എടുത്തു കഴിഞ്ഞാൽ അസാധ്യമാണ്. പക്ഷെ അതിനൊരു പോയറ്റിക് സ്പിരിച്വൽ ഒരു ന്യൂആൻസ് എടുക്കുമ്പോഴേക്കും ചുറ്റും നടക്കുന്നതൊക്കെ ഉയർപ്പാണ്. എത്രയോ മരിച്ചവരാണ് ഓരോ ദിവസവും ഉയർത്തുകൊണ്ടിരിക്കുന്നത്. ഒരു ജീവൻ്റെ സാധ്യതയില്ലെന്നും ഒരു ചുവട് മുമ്പോട്ട് പോകാനായിട്ട് അസാധ്യമാണെന്നൊക്കെ കരുതിയ മനുഷ്യർക്ക് തളർപ്പോൾ ഉണ്ടാവുകയും മുടിഞ്ഞുപോയ ചിറകുകൾ വീണ്ടെടുക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഓരോ ദിവസവും ഈ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുക. ഈ മരിച്ചവരെ ഉയർപ്പിക്കാനായിട്ട് ഓരോരുത്തർക്ക് ക്ഷണമുണ്ട്. ആ അർത്ഥത്തിൽ ജീവിതം വഴിമുട്ടിയെന്ന് വിശ്വസിക്കുന്നവരുടെ ജീവിതത്തിലേക്ക് അവരുടെ വീണ്ടെടുപ്പിന് ഒരു കാറ്റലിസ്റ്റിക് ആകുക എന്നൊക്കെ ഉള്ളത് എന്തൊരു ഭംഗിയായ ധർമ്മമാണ്. ഈ ഉയർത്ത ലാസറിനെക്കുറിച്ച് ഒരു കുഞ്ഞു കഥയുണ്ട്, അല്ലെങ്കിൽ 2 തരം കഥയുണ്ട്. ഒന്നാമത്തെ കഥ പറയുന്നത് ഈ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് ഉയർത്ത ലാസർ പിന്നൊരിക്കലും ചിരിച്ചിട്ടില്ലെന്നാണ് പറയുന്നത്. കാരണം ജീവിതത്തിൻ്റെയും മരണത്തിൻ്റെയും ഒക്കെ ഒരു പൊരുൾ പിടുത്തം കിട്ടിയൊരു മനുഷ്യന് ചിരിക്കാന്നുള്ള സാധ്യമാണ്. രണ്ടാമത്തെ പാരമ്പര്യം പറയുന്നത് ലാസർ പിന്നീട് ചിരിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇതിൻ്റെയൊക്കെ ഒരു പൊരുൾ കിട്ടിയ മനുഷ്യന് നമ്മൾ വളരെ ഗൗരവമെന്ന് കരുതുന്ന പല കാര്യങ്ങൾ ഓർക്കുമ്പോൾ അയാൾക്ക് ചിരി അടക്കാനാവില്ല. നിങ്ങൾ ഉയർപ്പിന് ശേഷം ചിരിക്കുകയോ ചിരിക്കാതിരിക്കുകയോ ചെയ്തു കൊള്ളട്ടെ, പക്ഷേ അവൻ തിരിച്ചു വിളിച്ചതിന് ശേഷം നിങ്ങളുടെ ജീവിതം പഴയതല്ല. താങ്ക് യു.